തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേതൃത്വ പരിശീലനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ റെനി മുടമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ ശ്രേയസിന്റെ നേതാക്കന്മാരുടെ പ്രത്യേകത സാധാരണ നേതാക്കന്മാരെ പോലെയല്ല. ഒരു മതത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ വിഭാഗത്തിന്റെ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയത്തിന്റെ മാത്രം നേതാവാണ്. പക്ഷെ ശ്രേയസിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മുഴുവനും നേതാവാണ്. കാരണം ശ്രേയസിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. നിങ്ങൾ പക്ഷെ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ നമ്മുടെ ബത്തേരിയിൽ ചേർന്ന വലിയ പരിപാടിയിൽ 45 വീടുകളുടെ താക്കോലാണ് ശ്രേയസിന്റെ നേതൃത്വം നമ്മുടെ ഈ പ്രദേശങ്ങൾക്ക് നൽകിയത്. നിങ്ങളിവിടെ സൂചിപ്പിച്ചു ചെറുപഴത്തെ വീടിന്റെ പണി കഴിഞ്ഞു. വെളിച്ചാത്തോട് വീടിന്റെ പണി കഴിഞ്ഞ 22 ശനിയാഴ്ച ഔദ്യോഗികമായിട്ട് നമ്മൾ അവരുടെ താക്കോൽ നൽകും. മഞ്ജു പറഞ്ഞതനുസരിച്ച് ഒരു മാസം പറഞ്ഞ് ഒരു മാസത്തിൽ 30 അല്ലെങ്കിൽ 31 ദിവസമുള്ളൂ എന്ന് ഓർമ്മിക്കും. ഇന്ന് 20-ാം തീയതി യൂണിറ്റ് ഡയറക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷനായി. അത് വളർത്തി നോക്കും, വളരെ സുരക്ഷിതമാണ്. ഈ പൂക്കളാണ് ഇവർ അത്തപ്പൂക്കളായി ഇവിടെ കൊണ്ടുവരും. അപ്പം നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ സുഗന്ധം കലർത്തുന്നവരായി മാറുക ഈ ഓണം സംസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മളാരും ദുർഗന്ധമായി മാറരുത്. ശരീരത്തിൽ ദുർഗന്ധത്തെക്കുറിച്ചല്ല പറയുക, നമ്മുടെ പരസ്പര ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സുഗന്ധത്തെക്കുറിച്ച് പറയുക. മൂന്നാമതായി ഈ ഓണത്തിന് ഈ പൂക്കളുടെ പ്രത്യേകത ഈ തേൻ ഉണ്ടാകുന്നത് എവിടുന്നാണ്? തേൻ നമ്മൾ എവിടുന്നാണ് തേൻ കിട്ടുന്നത്? തേൻ കിട്ടുന്നത് എവിടുന്നാണ്? എവിടെ സ്ഥലം തേൻ? നമ്മുടെ ചിന്ത തേൻ കിട്ടുന്നത് തേനീച്ചയാണ്, തേൻ്റെ നിന്നാണ്. പക്ഷേ തേനീച്ച സത്യത്തിൽ ഒരു ഇടതരക്കാരനാണ്. PG പരീക്ഷയിൽ 3 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നേടിയ PS ഗോപികയ്ക്ക് ഉപഹാരം നൽകി. മേഖലാ പ്രോഗ്രാം ഓഫീസർ VV നളിനാക്ഷൻ ആമുഖ പ്രഭാഷണം നടത്തി. മഞ്ജു ജേസൺ, ഷാജി മാത്യു, ഷിജോ കുഴിക്കാലായിൽ, KK സുജിത് എന്നിവർ ആശംസകൾ നേർന്നു. ശ്രേയസിന്റെ 2030 ദർശനം, ദൗത്യം, ഭാരവാഹികളുടെ ചുമതലകൾ എന്നിവ സംബന്ധിച്ച് ശ്രേയസ് സോണൽ മാനേജർ സാജൻ വർഗീസ് ക്ലാസ് നയിച്ചു. സർക്കാർ ഇന്ത്യ ഒട്ടേക്ക് പ്രവർത്തിക്കാൻ നമുക്ക് അനുമതി തന്നു. ഇപ്പൊ ഇന്ത്യ ഒട്ടേക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന ഭാഗമായിട്ട് ഗുഡ്ഗാവ്, പൂന, ത്രിപുര, തെലുങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെയും കൂടെ നമുക്കറിയാമല്ലോ, ഈ ഇസാഫ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസാഫിന്റെ ഉത്ഭവം എവിടുന്ന? ഇസാഫ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയായിരുന്നു. തൃശ്ശൂര് ബേസ്ഡായി തുടങ്ങിയ ഒരു സന്നദ്ധ സംഘടനയാണ് ഇസാഫ്. അവര് ഉത്തരേന്ത്യയിൽ പോയി കൃഷിയൊക്കെ പാട്ടത്തിന് സ്ഥലങ്ങളൊക്കെ എടുത്ത് കൃഷി നടത്തി. പിന്നെ പലവിധമായ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് വായ്പ കൊടുത്തു തുടങ്ങി. ഇന്ന് റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ സ്മോൾ സ്കെയിൽ ബാങ്ക്, അവർ സ്മോൾ സ്കെയിൽ ബാങ്കായി ഇന്ന് ഇന്ത്യ ഒട്ടേക്ക് പ്രവർത്തിക്കുന്ന ബാങ്കായി മാറിയത് ശ്രേയസ് പോലത്തെ സന്നദ്ധ സംഘടന. 25ഓളം അയൽക്കൂട്ടങ്ങളുടെ ഭാരവാഹികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. തുടർന്ന് ഓണസദ്യയും നടന്നു. പാരമ്പര്യം പോലെ അമൂല്യമായ മറ്റൊന്നില്ല. ഹൃദയബന്ധങ്ങൾ തൊട്ടറിഞ്ഞ സ്വർണ്ണാഭരണ ശ്രേണി നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്. 1/4 നൂറ്റാണ്ടിന്റെ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും വിശാലമായ ഷോറൂം. മലയോരത്തിന്റെ മനം തൊട്ടറിഞ്ഞ സുവർണ പാരമ്പര്യം ഇനി ചെറുപുഴയിലും. നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ആലക്കോട്, ചെറുപുഴ.